നമസ്കാരം. രാരിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് ഞാനൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. പാലക്കാട്ട് പത്താഴത്തി പുന്നലുണ്ടെങ്കിൽ പൂനായിന്ന് പന്നിയലി പാസഞ്ചർ പിടിച്ച് പറന്നു വരുമെന്ന്. ഈയിടെയായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ, പ്രത്യേകിച്ചും പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോയവർ, നാട്ടിൽ പോയി സെറ്റിലാകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോയവർ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്നത് പല വീഡിയോകളിൽ ഞാൻ കണ്ടു. പല വിധത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്കിരയായി അവർ 10-30 വർഷം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരുന്നത്, മക്കളെ കെട്ടിക്കാനായിട്ടും മക്കളുടെ പഠിത്തത്തിനായിട്ടും ആശുപത്രി ചെലവിനായിട്ടും അങ്ങനെ ഓരോരോ വീട് വയ്ക്കാനായിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കായി കരുതി വച്ചിരുന്ന പണം ഓരോ കമ്പനിക്കാർ വന്ന്, ഓരോ ഫിനാൻസിങ് കമ്പനിക്കാർ വന്ന് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഈ പൈസ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്, മാസാമാസം പലിശ തരാം, ഇതെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആദ്യം 2-3 മാസം നക്കാപ്പിച്ച് എന്നതിലും കൊടുത്തു കഴിഞ്ഞിട്ട് കൂടുതൽ പൈസ, അതായത് ആദ്യത്തെ 3-4 മാസം പ്രോപ്പറായിട്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം ആൾക്കാർ അയ്യോ ഇത് സത്യമാണല്ലോ, ഇഷ്ടം പോലെ കാശാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും വീട്ടിലിരിക്കുന്ന സ്വർണം കൊണ്ട് പണയം വെച്ചും വരെ ഇത്തരം കമ്പനികളിൽ നിക്ഷേപിച്ച ആൾക്കാർ ഒത്തിരി പേരുണ്ട്. നിർഭാഗ്യവശാൽ അവരുടെയൊക്കെ പൈസ പോയി. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല ഭക്ഷണം കഴിക്കാതെ, നല്ല ഇടങ്ങളിൽ താമസിക്കാതെ, നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി നാം ഇതുപോലെ പൈസ സൂക്ഷിച്ചു വച്ചിട്ട് അത് മക്കൾക്കോ കൊച്ചുമക്കൾക്കോ അനുഭവിക്കാനുള്ള യോഗം കിട്ടിയോ? നമുക്കൊരു ആശുപത്രി ചെലവ് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകണം, ആ പൈസ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയോ? എൻ്റെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ആൾക്കാർ നല്ല പോലെ സമ്പാദിക്കാൻ അറിയാവുന്നവരാണ്. പക്ഷേ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവാക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു ബോധ്യവുമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയും നാഷണലൈസ് ബാങ്കുകളും അവയുടെ ബ്രാഞ്ചുകളുമുള്ള കേരളത്തിൽ ആരേലും വന്ന് പറയുക, അതെ ഞങ്ങളുടെ ഫൈനാൻസ് ഉണ്ട്, ഞങ്ങളുടെ ഫൈനാൻസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മാസം ഇത്ര ശതമാനം വെച്ച് പലിശ തരും, എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ വീട്ടിലെത്തിച്ചു തരും, ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേനും ബാങ്കിൽ കിടക്കുന്ന പൈസയും ബാങ്കിൽ ഇല്ലാത്ത പൈസ ലോണും കൂടി എടുത്ത് ഇത്തരം ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, നമ്മളോ നമ്മളുടെ മക്കളോ നമ്മുടെ വീട്ടുകാരോ അനുഭവിക്കേണ്ട പൈസ ഇതുപോലെ വെറുതെ കൊണ്ടോ കളയേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിന് നാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത്തരം കമ്പനികൾ കേരളത്തിൽ പൊട്ടുമുളച്ചു വന്നിട്ട് ഇവർ കുറേ റെപ്രസെൻറ്റേറ്റീവ്മാരെയും അതുപോലെ തന്നെ കസ്റ്റമർ കെയർ ഓഫീസർമാരെയും ഒക്കെ നിയമിക്കും. ഇവർക്ക് ഒരുവിധം നല്ല കമ്മീഷനും ശമ്പളവും ഒക്കെ കൊടുക്കും. ഇവരോട് പറയും, ഇവരുടെ സ്വന്തക്കാരുടെ വീട്ടിലും ഇവരുടെ കസിൻസിൻ്റെ വീട്ടിലും ഇവർക്ക് പരിചയമുള്ള വീട്ടിലും ചെന്നേച്ച് പറയും, അയ്യോ ചേട്ടാ ചേച്ചി ഇത്ര പൈസ എനിക്ക് ഡിപ്പോസിറ്റ് ഇടുവാണെങ്കിൽ എനിക്കൊരു 1 ലക്ഷം രൂപയുടെ കുറവേ ഉള്ളൂ, അതും കൂടെ കിട്ടിയാൽ എനിക്ക് ജോലി പ്രൊമോഷൻ കിട്ടും, അതല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ സാലറി ഇൻക്രിമെൻറ്റ് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിയതിന് ശേഷം ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവർക്ക് സത്യമായിട്ട് ഇല്ല, അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ കമ്പനി കൊണ്ട് അടച്ചു, ഇതാ റെസിപ്റ്റ് ചെയ്താൽ. ഈ റെസിപ്റ്റും വാങ്ങിച്ച് നമ്മൾ കോടതികളും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങാന്നല്ലാതെ നമ്മുടെ പൈസ റീഫണ്ട് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കണം.
കേരളത്തിലെ ജനങ്ങൾക്ക് വളരെയേറെ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, വളരെയേറെ ഡിഗ്രികളുണ്ട്, അവർക്ക് സമ്പാദിക്കാൻ അറിയാം. പക്ഷേ പൈസ എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അവരിനി കുറച്ച് ക്ലാസ്സും കൂടെ കൂടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ബ്ലേഡ് കമ്പനികൾ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പൊട്ടിയ ആൾക്കാർ തന്നെ വേറൊരു പേര് വന്നാൽ പോലും ഇവർ വീണ്ടും നിക്ഷേപിക്കുന്നു. പൈസ ഉള്ളത് മുഴുവൻ തപ്പി പെറുക്കി ഇവരുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് സ്വസ്ഥമായിട്ട് 2 മാസം പലിശ മേടിക്കുന്നു. 3-ാമത്തെ മാസം പലിശയില്ല, മുതലുമില്ല, ഒന്നുമില്ല. എന്നിട്ട് കേസും കോടതിയും പോലീസ് സ്റ്റേഷനും സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെയും പുറകെ നടന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൈസ വാങ്ങിച്ചു തരണം എന്നും പറഞ്ഞ് നടക്കാമെന്നല്ലാതെ പൈസ കിട്ടുന്ന യാതൊരു ലക്ഷണവുമില്ല. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അത് ഏത് ആൾക്കാർ വന്ന് പറഞ്ഞാലും എന്നാ സാലറി കിട്ടുമെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക, നമ്മളുടെ പൈസ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രം സൂക്ഷിക്കുക. നീ എന്തേലും കൊടുക്കണോ, ഒരു കുഴപ്പമില്ല, നീ ഇതെടുത്തോ എന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് അതും കൊടുത്തേക്ക്, അത് തിരിച്ച് ചോദിക്കരുത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കും സമാധാനത്തിന് യാതൊരു പ്രശ്നവും വരികയില്ല. കിട്ടുന്ന പലിശ ഇച്ചിരി കുറവാണെങ്കിലും ഏതാണ്ട് എല്ലാ മാസവും തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പൈസയും പോവുകയില്ല എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ പൈസ കൊണ്ടുപോയിട്ട് കഴിഞ്ഞേച്ച് സെയിൽസ് എക്സിക്യൂട്ടീവിനെയോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിനെയോ ആരെയും പഴിചാരി നമ്മുടെ പൈസയും കളഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മളുടെ പൈസ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ടുപോയി ഒന്നെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടോ അതല്ലെങ്കിൽ വേണ്ട SB അക്കൗണ്ടിലോ സൂക്ഷിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് നിങ്ങളോട് ഒന്നുകൂടി, കാരണം ഇതൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെയൊക്കെ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൽവക്കംകാർ പെട്ടെന്ന് കാശുകാരായി, നമുക്കും പെട്ടെന്ന് കാശുകാരാണ്. അതല്ലാതെ 1-2 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 3-4 വർഷം കൊണ്ടോ പോരാ. നമ്മുടെ പൈസ പെട്ടെന്ന് ഇരട്ടിക്കണം. അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇരട്ടിച്ച് കിട്ടുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇരട്ടിപ്പിക്കണം, അല്ല 2 ദിവസം കൊണ്ട് ഇരട്ടിച്ച് കിട്ടുമെങ്കിൽ 2 ദിവസം കൊണ്ട് ഇരട്ടി. ഈ ഒരു മനോഭാവമാണ് എല്ലാവരെയും, അതായത് കൂടുതൽ ആൾക്കാരെയും ആപത്തുകളിൽ കൊണ്ട് ചാടിക്കുന്നത്. നമ്മുടെ പൈസ ഇരട്ടിക്കുന്നതിന് സാമാന്യഗതിയിൽ ഇപ്പം ബാങ്ക് നിക്ഷേപങ്ങളുടെ ഒക്കെ കണക്കിലാണെങ്കിലും ഒരു 7% അത് ഇരട്ടിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 10 വർഷമൊക്കെ 10-15 വർഷമൊക്കെ എടുക്കും ബാങ്കിലിട്ട് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ബിസിനസ്സുകൾ ചെയ്തു നോക്കുക, നമുക്ക് വിജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഇത്ര ശതമാനം മാത്രമേ ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുക. അഥവാ ഇനി ആ ബിസിനസ് പൊളിഞ്ഞു പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു സോഴ്സ് വേണം. അതല്ലാതെ നമ്മുടെ പൈസ മുഴുവനായിട്ട് ആ ബിസിനസ്സിൽ, ഒരേ ഒരു ബിസിനസ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ ആ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ വീണ്ടും പോവും. വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്നെങ്കിൽ പ്രവാസ ജീവിതത്തിനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കാനോ പോകേണ്ടി വരും. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പൈസ ചിലവാക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടുകാരുമായിട്ടും നമുക്കറിയാവുന്ന ആൾക്കാരുമായിട്ടും ഒന്ന് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട്. പക്ഷേ ആൾക്കാരിപ്പോൾ എന്നാ ചെയ്യുന്നത്, ആരോടും പറയല. പറഞ്ഞാൽ ഇനി അവനും കൂടെ കൊണ്ടുപോയിട്ട് അവനും കൂടെ കിട്ടിയാലോ, ലാഭം കിട്ടുന്നത് അവനും കൂടെ കിട്ടിയാലോ, അവനും പണക്കാരനായാലോ, അവനേക്കാളും പണക്കാരനാ ഞാനാകാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനോടും പറയുകയില്ല, എല്ലാം ഒളിച്ചു വെച്ച് ആരും അറിയാതെ നടത്തി കഴിഞ്ഞേച്ച് ബ്ലേഡൊക്കെ പൊട്ടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോഴാണ് പറയുന്നത്. എന്നാൽ പോലും എത്ര പൈസ പോയി എന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി പറയാൻ മടിയുള്ള ആൾക്കാർ ഒത്തിരി പോയി 10 ലക്ഷമാണോ, അല്ല അതിനേക്കാളും പോയി, 50 ലക്ഷമാണോ, അല്ല അതിനേക്കാളും പോയി എന്ന് പറയുന്നതല്ലാതെ എൻ്റെ ഇത്ര പൈസ പോയി എന്ന് പറയാൻ മടിയുള്ളവരാണ് ഇപ്പോഴും. അങ്ങനെയുള്ള ഒരു ജനത എങ്ങനെയാണ് അവർ സൂക്ഷിക്കാൻ പഠിക്കുകയും അവരുടെ മക്കളെ സൂക്ഷിപ്പിക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മൾ പൈസ സൂക്ഷിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷേ അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ചിലവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ആവശ്യങ്ങൾക്കോ നമ്മുടെ ആഹാരത്തിനോ നമ്മുടെ വസ്ത്രത്തിനോ നമ്മുടെ പാർപ്പിടത്തിനോ ഒരു പൈസ പോലും എടുക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇതുപോലുള്ള ബ്ലേഡ് കമ്പനിക്കാരിലും ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങളിലും കൊണ്ട് നിക്ഷേപിച്ചിട്ട് ഒന്നുമില്ലാതെ ലാസ്റ്റ് ആത്മഹത്യയെ ശരണമുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും അവനവൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ അവനവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ പലരോടും ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് കൂട്ടമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഓപ്പണായിട്ട്, അതായത് കൃത്യമായ ഡോക്യുമെൻറ്റുകൾ വാങ്ങിച്ചതിന് ശേഷം മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, വിശന്ന് അരി വാങ്ങാൻ നിർവാഹമില്ലാത്ത ഒരു പാവപ്പെട്ടവൻ വന്ന് ചോദിച്ചാൽ ഒരു 100 രൂപ ചോദിച്ചാൽ ഇല്ല, എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞു വിട്ടേച്ച് അതേ നിമിഷം ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വലിയ കാറയിൽ വന്നു, ആ ഗിഫ്റ്റ് ഉണ്ട്, നമുക്ക് ഇന്ന ദിവസം പാർട്ടി ഉണ്ട്, ആ പാർട്ടിയിലൊന്ന് വരണം. അല്ലാതെ ആദ്യമൊന്നും അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറയുകയല്ല, ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്, പാർട്ടി ഉണ്ട്, പാർട്ടിക്കൊന്ന് വരണം. പാർട്ടിയിലൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ പങ്കെടുത്തു. ഇതൊക്കെ പരിപാടിയാണ്. ഇതുപോലെ നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ബോട്ടെ ട്രിപ്പ് കൊണ്ടുപോകും. 5 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സിംഗപ്പൂർ ട്രിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പൈസ കുറച്ചിടുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫ്രിഡ്ജ് തരും, വാഷിംഗ് മെഷീൻ തരും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും വിശ്വസിച്ച് ചെന്ന് ചാടാതെ കൃത്യമായ ഡോക്യുമെൻറ്റുകൾ വാങ്ങിയിട്ട് മാത്രം, എന്നാൽ പോലും ഏറ്റവും നല്ലത് റിസ്ക് ഇല്ലാത്ത 0% റിസ്ക് ഉള്ള ബാങ്കുകളിലോ അതല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലോ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. അമിതമായിട്ട് എവിടെ നമുക്ക് തരാമെന്ന് പറഞ്ഞോ അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാർഗമില്ല. പൈസ ഉണ്ടാകുന്നതിന് ഒരു ലിമിറ്റുണ്ട്, ഒരു കണക്കുണ്ട്. ആ കണക്കിൽ കൂടുതൽ പൈസ നമുക്ക് അവർ ഓഫർ ചെയ്തെങ്കിൽ അത് ഒത്തിരി നാൾ കിട്ടുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെയൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.